അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബുൾഡോസ് വൈറ്റ് ഹൌസിന് മുകളിലും എത്തി. US ഭരണസിരാ കേന്ദ്രത്തിൽ വരുത്തുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഹിമ ഹരിദാസ് പറയും. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിനും എത്രയോ മുൻപ് ഡൊണാൾഡ് ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. ആഡംബര കെട്ടിടങ്ങളും അതിഗംഭീര പദ്ധതികളുമൊക്കെ നിർമ്മിക്കുന്നത് ട്രംപിന്റെ പ്രധാന ബിസിനസ് ഹോബിയാണ്. ഇപ്പോഴിതാ തന്റെ സ്വന്തം ശൈലിയിലേക്ക് അമേരിക്കൻ ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൌസിനെയും മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ട്രംപ്. വൈറ്റ് ഹൌസിന്റെ ഒരു വശം ഭാഗികമായി പൊളിച്ച 90,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ ബോൾറൂമിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. വൈറ്റ് ഹൌസിന്റെ ഈസ്റ്റ് വിംഗ് പൊളിച്ചു നീക്കിയാണ് തന്റെ സ്വപ്ന പദ്ധതിക്ക് ട്രംപ് ഒരുങ്ങുന്നത്. 999 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പുതിയ നിർമ്മിതിയുടെ ലക്ഷ്യം തന്നെ വലിയ ഔദ്യോഗിക വിരുന്നുകൾക്ക് സൗത്ത് ലോണിൽ ടെന്റുകൾ കെട്ടുന്നത് ഒഴിവാക്കലാണ്. $250 മില്യൺ ആകെ ചിലവ്. ഓവൽ ഓഫീസും ക്യാബിനറ്റ് റൂമും സ്വർണം കൊണ്ട് അലങ്കരിക്കുകയും റോസ് ഗാർഡൻ അദ്ദേഹത്തിന്റെ മാറിലോഗോ റിസോർട്ട് പോലെ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം സ്വർണമാണ്. വൈറ്റ് ഹൌസിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അങ്ങനെ തന്റെ ദീർഘകാല സ്വപ്ന സാക്ഷാത്കാരത്തിനരികെയാണ് ട്രംപ്. ഈ സുപ്രധാന മാറ്റങ്ങൾ ഒരേ സമയം ചരിത്രപരവും വിവാദപരവുമാണ്. സ്വകാര്യ സംഭാവനകളിലൂടെ പണം കണ്ടെത്തി നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് ഫെഡറൽ ഏജൻസിയുടെ പൂർണ്ണമായ അനുമതി ലഭിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. തന്റെ വ്യക്തിപരമായ ആഡംബരത്തിനായി ചരിത്ര പ്രസിദ്ധമായ വൈറ്റ് ഹൌസിനെ ട്രംപ് അട്ടിമറിക്കുന്നുവെന്നതാണ് പ്രധാന വിമർശനം. പൈതൃകത്തിന് മാറ്റം വരുത്തുന്നതിലുള്ള ആശങ്കകൾ ചരിത്രകാരന്മാരും പൈതൃക സംരക്ഷണ ഗ്രൂപ്പുകളും ഒരേ സമയം അറിയിക്കുന്നുമുണ്ട്.